ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടിയിട്ട് വൈജയന്തിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഡോക്ടർ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്, കാലുകൾക്കൊക്കെ ഫ്രാക്ചർ ഉണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു കുറച്ച് അപകടനില കൂടിയൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഒന്നും പറ്റൂല. കാരണം എനിക്കറിയാം, ഏത് ഡോക്ടർമാർ വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഏത് ആര് വന്ന് പുറത്തുനിന്ന് വന്നാലും അകത്തുനിന്ന് വന്നാലും പറഞ്ഞോട്ടെ, പക്ഷേ അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, കുറേ അനുഭവിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും കഴിയാതെ അവൾക്ക് എങ്ങനെ പോകാൻ പറ്റും? എന്നെ മാത്രം പൊട്ടനാക്കിക്കൊണ്ട് അവൾ മാത്രം അങ്ങനെ രക്ഷപ്പെടുമൊന്നുമില്ല. ഏത് ഡോക്ടർ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തായാലും അവൾ രക്ഷപ്പെടും, ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുകയാണേ. അതിനുശേഷം പിന്നീട് ശിവൻ വന്നിട്ട് ബാലേന്ദ്രനോട് വഴക്കടിക്കുകയാണ് കേട്ടോ. ശിവനും രാജീവനും കൂടിയിട്ടാണ് ഒരുമിച്ച് വരുന്നത്. അങ്ങനെ വന്നിട്ട് രാജീവനല്ല ശിവൻ ചോദിക്കുന്നുണ്ട്, വൈജി എന്തിനാണ് ഈ നേരത്ത് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. നീയും വൈജിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനും വൈജിയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ല, ചെറിയ സംസാരം ഉണ്ടായിരുന്നു, പക്ഷെ അത് രാത്രിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആ ഒരു സമയത്ത് ഇറങ്ങി പോരണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും എന്നൊക്കെ പറയണേ. ഇപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത്, കാലുകൾക്കൊക്കെ ഫ്രാക്ചർ ഉണ്ട്, ഹെഡ് ഇഞ്ചറി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കൂടുതലൊന്നും പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴും ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ശിവൻ സംസാരിക്കുന്നത്, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അവളെ പിടിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അങ്ങനെ ശിവനും രാജീവനും കൂടി പോയിട്ട് ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഇരിക്കാനൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ചെന്നിട്ട് മുത്തശ്ശിനെ വിളിച്ച് ഏൽപ്പിക്കാൻ കേട്ടോ. ആ പാതിരിക്ക് ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, അമ്മ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ എന്താണ് ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത്, കാറ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പം അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? അതെ, വൈജിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചാടി എഴുന്നേൽക്കുകയാണ്, ഇങ്ങനെ പേടിച്ചിട്ട് അല്ലറ വിളിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത് എന്നിട്ട് പറയുന്നുണ്ട്, അപകടം സംഭവിച്ചത് രാത്രി അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ കാറ് ഡിവൈഡറിൽ ഇടിച്ചിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞതെന്നൊക്കെ പറയണം. മുത്തശ്ശിനോട് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശി ആകെ കരയണം, ദൈവമേ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അലീന ബാലേന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മേഡത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാണ്, കുറച്ച് സീരിയസ് ആണ്, കാലുകൾക്കൊക്കെ ഫ്രാക്ചർ ഉണ്ട്, ഹെഡ് ഇഞ്ചറി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കൂടുതലൊന്നും പറയാറായിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അലീനക്ക് അറിയാണ് കേട്ടോ, ഞാൻ കാരണമാണല്ലോ മേഡത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ കാരണക്കാരിയാവണം, നീ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കണ്ട, അവൾ അങ്ങനെ പോയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, അത് അവൾ കാരണം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട്. അപ്പം രോഹിത്തും ബബിയും കൃഷ്ണമോളും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും ചോദിക്കുമ്പോൾ അവരോട് നീ കാര്യം പറഞ്ഞോ, എന്നിട്ട് നീ അവരെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുകയാണെ. എന്താ നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുക, എനിക്ക് ഉറങ്ങാൻ പറ്റൂല എന്നൊക്കെ പറയുകയാണ്. എന്നെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിച്ച് അറിയിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ബാബിയെ നെയിൽ കട്ടർ ചോദിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അമ്മേനെ റൂമിലുണ്ടാവുമെന്ന് പറയും. അങ്ങനെ അമ്മേനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മേനെ കാണാതാവുമ്പോൾ അമ്മേനെ അവിടെ ഒക്കെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ രോഹിത്തും വരുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല, അമ്മ എവിടെ പോയാവെന്ന് വെച്ചിട്ട് അങ്ങനെ ആകെ വെപ്രാളപ്പെടുകയാണ് കേട്ടോ ബബിയും കൃഷ്ണമോളും. അപ്പോൾ കാറ് ചെന്ന് നോക്കുമ്പോൾ അമ്മേരെ കാറും ഇല്ല, അച്ഛൻ്റെ കാറും ഇല്ല എന്ന് കൃഷ്ണമോൾ വന്ന് പറയുമ്പോൾ രോഹിത്തിനാകെ ടെൻഷനായി. രോഹിത്ത് വേഗം തന്നെ മുകളിലേക്ക് പോയിട്ട് അച്ഛൻ നോക്കുകയാണ്, അച്ഛനും അവിടെ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ വേഗം തന്നെ കൃഷ്ണമോള് അലീനയുടെ അടുത്ത് ചെല്ലുമ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അലീനല്ല കൃഷ്ണമോൾ ആകെ ടെൻഷൻ അടിച്ച് ബാലേന്ദ്രനെ വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ അച്ഛൻ ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഇപ്പോൾ വരണ്ട, അച്ഛൻ വന്നിട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അത് ചെന്ന് ഞാനിട്ട് ബബിതനോട് പറയാണ് കേട്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അമ്മ എന്തിനീ ഈ പാതയ്ക്ക് എഴുന്നേറ്റ് പോയതെന്ന് ബബി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയണേ. ഒക്കെ അവൾ കാരണമാണ്, നശിച്ചോള് കാരണമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേച്ചിയോ അല്ലാതെ പിന്നെ ആരാണ്, നീ ഇപ്പോഴും അവൾക്ക് താങ്ങായിട്ട് നിൽക്കുകയാണോ, സ്വന്തം അമ്മയുടെ ജീവനേക്കാളും വലുതാണോ നിനക്ക് അവൾ എന്ന് ചോദിച്ചിങ്ങായിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പോകുന്നുണ്ട് ബബി. രോഹിത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആർക്കോ ഫോൺ വിളിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത്
ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ രാജീവനും ശിവനും കൂടിയിട്ട് ബാലേന്ദ്രൻ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനുവിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ മനു അങ്ങോട്ട് ചെന്നിങ്ങാട്ട് വെറുതെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്, നിനക്ക് അവനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയൂലേ, അവൻ ആരാണെന്ന് നിനക്കറിയില്ല, ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഏതോ ഒരു പെണ്ണായിട്ട് ബന്ധമായിട്ട് ഒരു മോളെ കൊണ്ടുവന്നത് ക്ഷമിക്കാം, അത് തുറന്നു പറഞ്ഞത് ക്ഷമിക്കാം, പക്ഷേ ഭാര്യനേക്കാളും മക്കളെക്കാളും വലുതാണ് അവളെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്നത് സഹിക്കാൻ പറ്റൂടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനു ചോദിക്കുകയാണ് ആനിയുടെ ഫ്ലാഷ് ബാക്കും അത്ര നല്ലതൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശിവനും രാജീവനും ആകെ വല്ലാതാവാണ്. അങ്ങനെ നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കും എന്താ അവൻ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. എന്ത് 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 കാര്യം എന്ത് കിട്ടിയിട്ടുണ്ടാവുന്ന ശിവേട്ടൻ പറയുന്നത് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ബാലേന്ദ്രൻ കുറേ തവണ ആഗ്രയിലെ കാര്യം പറഞ്ഞു. ആഗ്രയിൽ സ്കൂളിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് സ്റ്റാൻലി ജോസഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ എങ്ങനെയോ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാണല്ലോ ശിവേട്ട എന്ന് പറയുകയാണെ. അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെ പ്രതികാരമാണ്, വൈജിയോട് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ പ്രതികാരമാണ്, എന്തായാലും നമുക്ക് ഒന്ന് സൂക്ഷിച്ചേ മതിയാവൂ എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് പ്രമോനെ കാണിക്കുന്നത്. പ്രമോയിൽ ശിവൻ കമലനെ വിളിച്ച് പറയാണ് ആ സമയത്ത് അവിടെ ആരുമില്ല, നീയും ഹരിയും കൂടെ ചെന്നിട്ട് വേഗം തന്നെ ആ പെണ്ണിനെ അവിടെ നിന്ന് അടിച്ചിറക്കണം എന്ന് പറയുകയാണെ. അങ്ങനെ ഹരിയും കമലയും കൂടിയിട്ട് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അനിലരെ ഇറക്കി വിടാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബബി അല്ല കൃഷ്ണമോളെ എടുത്ത് വന്ന് ചെന്നിട്ട് പറയണം നീ ഇങ്ങനെ അലീനെ താങ്ങുന്ന നിർത്തിക്കോ, ഇതോട് കൂടിയിട്ട് ഞങ്ങൾ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് നിങ്ങൾ ആര് രാജാക്കന്മാരാണോ അലീന ചേച്ചിനെ ഇറക്കി വിടാനായിട്ടും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, വെറുതെ ആവശ്യമില്ലാതെ ചെയ്തു വെച്ചിങ്ങാട്ട് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുകയാണെ. അപ്പോൾ കമല പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ അവളെ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഇരിക്കുള്ളൂ, അവൾ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഹരിയും കമലയും കൂടിയിട്ട് അവളെ അലീനയുടെ റൂമിലേക്ക് ചെന്നിട്ട് അലീനയുടെ ബേഗും പെട്ടി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് കുത്തി കയറ്റി ഒരു ബാഗിലാക്കാണ് കേട്ടോ. എന്നിട്ട് വലിച്ച് പിടിച്ച് പുറത്തേക്ക് ഇറക്കാണ്. അങ്ങനെ അലീനനെ നിർബന്ധപൂർവ്വം മുറ്റത്തേക്ക് ഇറക്കി നിർത്താണ്. നമ്മുടെ രോഹിത്തും വെല്ലുവിളിച്ച പോലെ അലീനനെ ഇറക്കി വിടാൻ തന്നെ തയ്യാറാവാണ്. പക്ഷേ എന്തായാലും അലീനനെ ഇറക്കി വിടുന്ന ഒരു സമയത്താണ് നമ്മളെ മനു വരുന്നുണ്ട്. അപ്പം വൈജയ്ക്ക് ഇനി ഹോസ്പിറ്റലിൽ നോക്കാനായിട്ട് അലീനയാണ് പോകുന്നത്. അപ്പോൾ അലീനനെ കൊണ്ടുപോകാനായിരിക്കും മനു വരുന്നത്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.